വീണ്ടും അശാന്തിയുടെ നാളുകൾ എന്നുള്ള ഒരു സൂചനയാണ് തരുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി വിതച്ച് ഇറാൻ അമേരിക്ക ആക്രമണം അതിരൂക്ഷമായി. ഹോർമൂസ് കടലിടുക്കിൽ ഇന്ധന ടാങ്കറുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു. 3 പേരെ കാണാതായി. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ചരക്ക് കപ്പലുകൾക്ക് 20% ഫീസ് ചുമത്താനുള്ള തീരുമാനത്തിൽ നിന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്മാറി. വിവരങ്ങളുമായി ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം ചേരുന്നുണ്ട്. സുരേഷ്, ആദ്യം പറഞ്ഞതുപോലെ തന്നെ അശാന്തി എന്നുള്ളൊരു വാക്കാണ് ഇതിന് പറയാനുള്ളത്. കുവൈറ്റിലെയും ബഹ്റൈനിലെയും ഒക്കെ നിലവിലെ സ്ഥിതി എന്താണ്? അനശ്വര, അശാന്തി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കുറഞ്ഞു പോകുമെന്ന് തോന്നുന്ന വിധത്തിലാണ് നിലവിലെ സാഹചര്യമുള്ളത്. യുദ്ധത്തിന് സമാനമായ ഒരു സാഹചര്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം രാത്രി കനക്കും തോറും ആക്രമണത്തിന്റെ ശക്തിയും കൂടുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. തുടക്കം ഇന്ന് പുലർച്ചെയായിരുന്നു. ഏതാണ്ട് ഒരു 5 മണിക്കൂർ നീണ്ട ആക്രമണമാണ് അമേരിക്ക ഇറാനിലേക്ക് നടത്തിയത്. ബുഷ്ഹറിലാണ് അമേരിക്കയുടെ ഇറാന്റെ ആണവ നിലയമുള്ളത്. ബുഷ്ഹറിലേക്ക് ഒരു ആക്രമണം നടത്തി, ബന്ദർ അബ്ബാസിൽ നടത്തി, അബൂ മൗസ, ഗുഷൈം തുടങ്ങി പലയിടങ്ങളിലായി ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ആ ആക്രമണം. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ അല്പം മുൻപ് പോലും നമുക്ക് കാണാൻ കഴിയുന്നത്. രാവിലെ ബഹ്റൈനിൽ ആക്രമണമുണ്ടായി, 3 തവണ ആക്രമണമുണ്ടായി. ഇപ്പോൾ വൈകുന്നേരം പ്രാദേശിക സമയം 8:10 പോലും ആക്രമണമുണ്ടായി. അമേരിക്കൻ സൈനിക കേന്ദ്രം ലക്ഷ്യം വെച്ച് അവിടെ ആക്രമണം നടക്കുന്നു. അതോടൊപ്പം തന്നെയാണ് കുവൈറ്റിലും രാവിലെയും വൈകുന്നേരവും ആക്രമണമുണ്ടായി. പ്രാദേശിക സമയം 6:30 ആക്രമണമുണ്ടായി. അല്പം മുൻപ് പോലും ആക്രമണമുണ്ടായി. കുവൈറ്റിൽ അമേരിക്കൻ വ്യോമതാവളം ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയത്. അതോടൊപ്പം തന്നെ ഇന്ധന കേന്ദ്രങ്ങൾക്കൊക്കെ തന്നെ നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അത്രയ്ക്ക് ശക്തമായിട്ടുള്ള ആക്രമണം ഈ മേഖലയിൽ പലയിടങ്ങളിലായി തുടരുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇന്ത്യൻ നാവികരെ കാണാതായി എന്നുള്ള വല്ലാത്തൊരു വിവരം വന്നിരുന്നല്ലോ. ഈ നാവികരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഇതിൽ ഏറ്റവും പ്രധാനം സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ഇന്ത്യൻ നാവികന്റെ മരണം എന്ന് പറയുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ 2 എണ്ണ ടാങ്കറുകൾക്ക് നേരെയാണ് രാവിലെ ആക്രമണം ഉണ്ടാകുന്നത്. രണ്ടും UAE-യുടേതായിരുന്നു. അൽബഹിയ എന്ന് പറയുന്ന ഇന്ധന ടാങ്കറും അതോടൊപ്പം തന്നെ മുംബാസ എന്ന് പറയുന്ന ഇന്ധന ടാങ്കറും. ഇതിൽ രണ്ടിലുമായി ഏതാണ്ട് 30ഓളം ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത്. 40-ലധികം ജീവനക്കാരുള്ളതിൽ 30-ലധികം ഇന്ത്യക്കാരായിരുന്നു. അതിലാണ് ഒരു ഇന്ത്യക്കാരൻ മരിക്കുന്നത്. ക്രൂയിസ് മിസൈൽ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഒരു ഇന്ത്യക്കാരൻ മരിച്ചു. ഏതാണ്ട് 10ഓളം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ 4 പേരുടെ നില ഗുരുതരമാണെന്ന് വ്യക്തമാകുന്നുണ്ട്. ഈ 2 ടാങ്കറുകൾക്ക് ശേഷം മറ്റു ആക്രമണങ്ങളും ഹോർമൂസിൽ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഒരു നോർവീജിയൻ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ഡച്ച് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ഇത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള ആക്രമണം ഹോർമൂസിൽ നടത്തുന്നുണ്ട്. ഏതായാലും ഇന്ത്യ ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. കാരണം ഡൽഹിയിലെ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തി തന്നെയാണ് ഇന്ത്യ പ്രതിഷേധം അറിയിച്ചത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങളും പിന്നീടുള്ള പിന്മാറ്റങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ചരക്ക് കപ്പലുകൾക്ക് 20% ഫീസ് ചുമത്താനുള്ള തീരുമാനത്തിൽ നിന്നും ഇപ്പോൾ ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്മാറി എന്നുള്ള വിവരങ്ങൾ കൂടി വരികയാണല്ലോ സുരേഷ്. അതും വലിയൊരു നീക്കം തന്നെയാണ്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെയാണ് പറഞ്ഞിരുന്നത് ഹോർമൂസിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ ഹോർമൂസിന്റെ സുരക്ഷ അമേരിക്ക ഏറ്റെടുക്കുകയാണെന്നും ഹോർമൂസിലൂടെ കടന്നു പോകുന്ന ചരക്ക് കപ്പലുകൾക്ക് അമേരിക്ക സുരക്ഷ നൽകും, അതിനുവേണ്ടിയാണ് 20% ഫീസ് ഈടാക്കുമെന്ന് ട്രംപ് പറഞ്ഞത്. അതൊരു വലിയ തുകയാണ്. കാരണം നിലവിൽ ഇറാൻ ഈടാക്കുന്നതിനേക്കാൾ ഉയർന്ന തുകയായിരിക്കും അത് എന്നുള്ള വിമർശനം ഉണ്ടായിരുന്നു. മാത്രമല്ല ഇറാൻ അവിടെ ടോൾ ഏർപ്പെടുത്തുന്നതിനെതിരെയാണ് ലോകവ്യാപകമായി അമേരിക്ക വിമർശനം ഉന്നയിക്കുന്നത്. അപ്പോൾ അമേരിക്ക തന്നെ സ്വയം ഇത്തരത്തിലൊരു നികുതി അല്ലെങ്കിൽ ഒരു ഫീസ് ഈടാക്കുന്നതിന്റെ സാങ്കത്യം അല്ലെങ്കിൽ അതിന്റെ ഒരു ലോജിക്ക് അത് വല്ലാതെ വിമർശിക്കപ്പെട്ടിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഒടുവിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഒരു മനംമാറ്റം ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ളൊരു ഫീസ് ഹോർമൂസിൽ അമേരിക്ക ഈടാക്കില്ല. മാത്രമല്ല ആരെയും ഒരു ഫീസ് ഈടാക്കാൻ അമേരിക്ക അനുവദിക്കുകയും ചെയ്യില്ല എന്ന് ട്രംപ് പറയുന്നുണ്ട്. മറിച്ച് മറ്റൊരു നിർദ്ദേശം ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കുന്ന വ്യാപാര നിക്ഷേപ കരാറുകൾക്ക് അതിന് പ്രത്യേകം 20% നികുതി ചുമത്താനുള്ള ഒരു നിർദ്ദേശമാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്.